അപ്പോൾ ഇത്തവണ ഉളിക്കൽ പഞ്ചായത്തിൽ 2 നാത്തൂമാർ മത്സരരംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് BJPക്ക് വേണ്ടി സ്ഥാനാർത്ഥികളായിട്ട്. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ ഇത്തവണ ഉളിക്കൽ പഞ്ചായത്തിൽ 2 സ്ഥാനാർത്ഥികൾ കൂടിയാണ് നമ്മൾ ജനമനസ്സ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങൾ അറിയാം. രണ്ടുപേരും നാത്തൂമാരാണ്. ഇത്തവണ BJP സ്ഥാനാർത്ഥികളായിട്ട് 2 വാർഡുകളിൽ മത്സരിക്കാമെന്നുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങളൊന്ന് ചോദിച്ചറിയാം. ഏത് വാർഡിലൊക്കെയാണ്? ഉളിക്കൽ പഞ്ചായത്തിലെ 7ാം വാർഡിൽ. ഉളിക്കൽ പഞ്ചായത്തിൽ 5ാം വാർഡിൽ. അപ്പോൾ ആദ്യ തവണയാണ് ജനവിധി തേടുന്നത്. അപ്പോൾ ഈ സ്ഥാനാർത്ഥിത്വം എങ്ങനെയാണ്? ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ടാണ് മത്സരരംഗത്ത് ഇറങ്ങുന്നത്. BJP അധികാരത്തിൽ വരുന്നതാണ് നമ്മളൊരു വിശ്വാസം. അതിനായിട്ട് നമ്മളെല്ലാവരും പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ സ്ഥാനാർത്ഥി ആദ്യമായിട്ടാണ് ഈ ഒരു രംഗത്ത് ഇറങ്ങുന്നത് തന്നെ. പ്രത്യേകിച്ച് പറയാമെന്ന് വെച്ചാൽ എന്താ പറയുക, വോട്ട് പിടിച്ചെടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. പരമാവധി ശ്രമിക്കും. അപ്പോൾ യുവജനങ്ങൾക്ക് എന്ത് പ്രതീക്ഷകളാണ് ഇത്തവണത്തെ നമ്മൾ വോട്ടർമാരോട് പങ്കുവെക്കാനുള്ളത്? യുവജനങ്ങളാണല്ലോ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. അവർ പണ്ട് കാലത്ത് എന്ന് വെച്ചാൽ ഒരു പാർട്ടിയിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ അവർ ആ പാർട്ടി തന്നെയാണ്. ഇന്നെന്ന് പറഞ്ഞാൽ യുവജനങ്ങൾ ഏതാണോ നല്ലത് ഏതാണോ തെറ്റ് അത് മനസ്സിലാക്കി അതിനെതിരെ പ്രതികരിച്ച് അങ്ങനെയാണ് അവർ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത്. അപ്പം പാർട്ടിയിൽ നിന്ന് കണക്കാക്കിയല്ല, ഒരു ജനങ്ങളെ മനസ്സിലാക്കിയാണ് കൂടുതലും യുവാക്കൾ മത്സരരംഗത്ത് ഇറങ്ങുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയുണ്ട്. വിജയപ്രതീക്ഷയിലാണോ? ആഗ്രഹമുണ്ട് വിജയിക്കണമെന്ന്. കാരണം നമ്മൾ പരമാവധി കഴിയുന്നത് നമ്മൾ ശ്രമിക്കും. അതേപോലെ തന്നെ എല്ലാവരെയും കണ്ട് പറയാനും ശ്രമിക്കും നല്ല രീതിയിൽ. ഇവിടെ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത് ഈ ഒരു വേളയിൽ? വോട്ടർമാരോട് പറയാനുള്ളത് അവരാഗ്രഹിക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ച് കാണിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതാണ് നമുക്ക് കൂടുതൽ പറയാനുള്ളത്. ജനങ്ങളുടെ കൂടെ എന്താണ് വോട്ടർമാരോട്? ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ എന്തായാലും അവരെ കൂടെ നിന്ന് ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നതെല്ലാം പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നതെല്ലാം ഞങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കും. ഒരുപാട് വികസന സ്വപ്നങ്ങളൊക്കെ ഉണ്ടോ നമ്മുടെ വാർഡുകളിൽ? ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങൾ ഇപ്പോൾ അറിയാം. ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ട് നമ്മുടെ വാർഡുമായി ബന്ധപ്പെട്ട്. എങ്ങനെയാണ് വാർഡിലെ വികസനങ്ങളൊക്കെ? ഒരു പ്രതീക്ഷയിലൂടെയാണോ നമ്മൾ ഈ വോട്ട് തേടി ജനങ്ങളുടെ ഇടയിൽ പോകുന്നത്? കൂടുതലും കുറേ പേർക്ക് വീടിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അതുപോലെ റോഡ് പോയി കിടക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഗ്രൂപ്പുകളിലൊക്കെ കാണുന്നത് റോഡ് പൊളിഞ്ഞ് കിടക്കുന്നതും അതിൽ വണ്ടി പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ നടത്തി ഒരു പരാതിയൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ആഗ്രഹം. ഇപ്പോൾ യുവജന വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളത്? യുവജന വോട്ടർമാരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ. എല്ലാ വാർഡുകളിൽ നോക്കുമ്പോൾ യുവജന വിദ്യാർത്ഥി വോട്ടർമാരാണ്. അപ്പോൾ അവർക്ക് എന്ത് പ്രതീക്ഷയാണ് നമ്മുടെ ഈ സ്ഥാനാർത്ഥിത്വം കൊണ്ട്? യുവജനങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ കൂടുതലും പിള്ളേർ ഫോണിന് അഡിക്റ്റാണ്. ഇപ്പോൾ തലമുറകളെല്ലാം ഫോണിന് അഡിക്റ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്ക് പിന്നെ പോയിരിക്കാൻ സ്ഥലങ്ങളോ വായനശാലകളോ കളിസ്ഥലങ്ങളോ ഒന്നും തന്നെ ഇല്ല, നമ്മുടെ ഈ നാടുകളിൽ ഇല്ല. അതൊക്കെ ഒന്ന് പുരോഗമനപ്പെടുത്തണം. അതേപോലെ തന്നെ അവരിൽ ഫോണിൽ നിന്ന് അഡിക്ഷൻ മാറ്റി കളികളിലേക്ക് രംഗത്തിറക്കണം. അതിനുള്ള ഓരോ പ്രവർത്തനങ്ങളും BJP എടുക്കുന്നതാണ്. അത് ഇപ്പോൾ കളിക്കാൻ തീരെ സ്ഥലമില്ല. കല്ലന്തോട് സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്. കുട്ടികൾ അതും സ്കൂൾ സമയം കഴിഞ്ഞതിന് ശേഷം അവർക്ക് കളിക്കാൻ അവിടെയാണ് എല്ലാവരും കളിക്കാൻ പോകുന്നത്. പിന്നെ അല്ലാതെ അവർക്ക് കളിക്കാനൊരു പ്രത്യേക സ്ഥലവും ഇല്ല. അതുപോലെ ഒരു ക്യാരംസ് അങ്ങനെയൊന്നും കളിക്കാനൊരു ക്ലബ്ബ് പോലെ അങ്ങനെയൊന്നും നമ്മളെ ഈ നാട്ടിൽ അങ്ങനെ ഇല്ല. പിന്നെ അതിന് പൊതുവായിട്ട് ഒരു പാർട്ടിയുടെ എന്നല്ലാതെ ഒരു പൊതുവായൊരു കളിസ്ഥലവും അതുപോലെ അതിനടുത്ത് തന്നെ പിന്നെ വെയിലൊക്കെ ആണെങ്കിൽ അവർക്ക് നേരം പോക്കായിരിക്കുക ഒരു വലിയൊരു വിജയപ്രതീക്ഷയിലാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾ 2 പേരും മത്സരരംഗത്തുള്ളത്. ഉളിക്കൽ പഞ്ചായത്തിലെ 5ാം വാർഡിലും 7ാം വാർഡിൽ നിന്നുമാണ് സ്ഥാനാർത്ഥികൾ ജനവിധി നടന്നത്. അപ്പോൾ ഏജൻ ന്യൂസിൻ്റെ എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. വിജയിച്ചു വരിക. ഏജൻ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ നവീനൊപ്പം അഫ്ലഹ്.